ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഗ്രഹപാഠം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടായത്. പക്ഷേ ഇന്ത്യ മുന്നണി ഉണ്ടായെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടില്ല. അത് അതിനകത്ത് വരാതെ മാറി നിന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷി തൃണമൂൽ കോൺഗ്രസ് ആണ്. ബിജു ജനതാദളും അതിനകത്ത് വന്നില്ല. ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിക്ക് പുറത്താണ്, എതിരായി മത്സരിക്കുന്നവരാണ്. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടി ചില സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയിലുണ്ട്, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ എതിർക്കുന്നു. പിന്നെ ഇടതുപക്ഷം കേരളത്തിൽ മത്സരിക്കുകയാണ്, അന്യോന്യം എതിരായി മത്സരിക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒരു പ്രത്യേക മുന്നണി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി ആയി മാറിയില്ല. അതിനുള്ള ഗ്രഹപാഠം നേരത്തെ ചെയ്തു തുടങ്ങിയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമായി എതിർക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ ചർച്ച നടക്കുമ്പോൾ ഒരു സമയത്ത് അവർ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് മുന്നണി ഉണ്ടാക്കാമെന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുനാൾ സമയം പോയി. പിന്നീട് ഒരു മുന്നണി എന്നുള്ള ആശയത്തിൽ വന്നു. ഇപ്പോൾ ഒരുപാട് 26 കക്ഷികൾ വന്നു, സഖ്യകക്ഷികൾ ഒരുപാട് വന്നു, ചെറിയതും വലുതുമായിട്ടുള്ള കക്ഷികൾ വന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി വാശിയോട് നിൽക്കുന്ന എത്ര കക്ഷികളുണ്ട് എന്ന് നമുക്ക് സംശയമാണ്. തമിഴ്നാട്ടിൽ ഒരു വലിയ സഖ്യമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ തർക്കമില്ല, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM-ഉം CPI-യും കോൺഗ്രസും രണ്ട് വശത്താണ്. അപ്പോൾ മുന്നണികളുടെ രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ മറുവശത്ത് BJP വളരെ ശക്തമായ ആദ്യം മുതലേ നിൽക്കുകയാണ്. തുടങ്ങിയ കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്നിരുന്ന വികസനത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു. അതോടൊപ്പം ക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയും മോദി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ജനങ്ങളിൽ ആവശ്യമാണ് എന്ന് പ്രചരണം നടത്തി. പക്ഷെ അതിൻ്റെ മൂന്നാം ഘട്ടത്തിലാകുമ്പോൾ ഹിന്ദുത്വ ആശയങ്ങൾക്കും പ്രാമുഖ്യം കിട്ടി. ആ ഹിന്ദുത്വ ആശയങ്ങൾ പ്രാമുഖ്യം കിട്ടിയെന്ന് മാത്രമല്ല, അത് കുറച്ച് മേഖലയിൽ തീവ്രമായി വന്നതിൻ്റെ മട്ടും മറ്റും നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിനെ ചുറ്റിപ്പറ്റി, സാം പിട്രോഡെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇത്രയും വിവാദമായി വന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് ഒരു ധ്രുവീകരണത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുന്നു എന്ന് നമുക്ക് സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും NDA തന്നെ ഭരണകക്ഷിയായി വരുമെന്നും തുടർകക്ഷിയായി വരുമെന്നും ഉള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും NDAക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ NDAയുടെ നേതാക്കന്മാർ പറയുന്ന പോലെ 370 അല്ലെങ്കിൽ 400 അത്തരം മോഹങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ നോക്കുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ മടങ്ങി വന്നെങ്കിലും അവിടെയും മത്സരം കടുത്ത മത്സരമായി കാണുന്നു. പിന്നെ മഹാരാഷ്ട്രയിലും ഷിൻഡെ ഫാക്ഷനും ഉദ്ധവ് താക്കർ ഫാക്ഷനുമായി ശിവസേന രണ്ടായി, അജിത് പവാറും ശരത് പവാറുമായി NCP രണ്ടായി. ഇപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ തവണ ഉള്ളതുപോലെ മഹാരാഷ്ട്രയിൽ NDAക്ക് സ്ഥിതി അത്ര ഗുണകരമല്ല, ബീഹാറിൽ അത്ര ഗുണകരമല്ല. തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യയിൽ കർണാടക ഒഴികെ അത് വളരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വലിയ ശക്തിയായി NDA മാറി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ സ്ഥിതിവിശേഷത്തേക്കാൾ കുറച്ച് മാറ്റങ്ങൾ വന്നു, അത് കുറച്ച് നെഗറ്റീവായിട്ട് വന്നു. ഈ നെഗറ്റീവ്നെസ് BJPയെ തകർക്കുന്നില്ല. കാരണം നമുക്ക് അപ്രതീക്ഷിതമായി BJPക്ക് 2 സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ കാണുന്നത് ഒന്ന് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് മിക്കവാറും BJP സ്വീപ്പ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതായത് 80 സീറ്റിൽ 72 സീറ്റെങ്കിലും BJP തനിച്ചു പിടിക്കുകയും പിന്നെ അപ്നാദൾ എന്നുള്ള പാർട്ടി 3 സീറ്റ്, അങ്ങനെ 80-ൽ 75 സീറ്റോളം NDA സഖ്യം അവിടെ നേടും. കഴിഞ്ഞ തവണ 62ആണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും 12-13 സീറ്റുകൾ അവിടെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. മഹാരാഷ്ട്രയിൽ CAA പ്രശ്നമുണ്ടാക്കിയ വിവാദത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. CPM-ഉം കോൺഗ്രസും മറ്റും വേറൊരു മുന്നണിയായി നിൽക്കുന്നുണ്ടെങ്കിലും BJPക്ക് അനുകൂലമായൊരു സാഹചര്യം അവിടെ വരുന്നു. അവിടെ 42 സീറ്റ് ഉള്ളതിനകത്ത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ, അതാണ് ഇത്തവണ 24 സീറ്റുകൾ മിക്കവാറും BJPക്ക് കിട്ടാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഒരു 18 സീറ്റുകളിലേക്ക് ഒതുങ്ങും. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ കൂടി ഒരു 20 സീറ്റിനടുത്ത് NDA സഖ്യം നേടുമ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നഷ്ടമുണ്ടാകുന്നതാണ്. ഈ നഷ്ടം തെക്കേ ഇന്ത്യയിൽ നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് നഷ്ടം കർണാടകയിലുണ്ടാകും. ഒരു 5 മുതൽ 7 സീറ്റ് വരെ കർണാടകയിൽ നഷ്ടമുണ്ടാകും. തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ
വലിയ നഷ്ടവും ലാഭവും ഉണ്ടാകത്തില്ല. തമിഴ്നാട്ടിൽ ചിലപ്പോൾ 2 സീറ്റ് കൂടുതൽ കിട്ടിയേക്കാം, കേരളത്തിൽ 1 സീറ്റ് വല്ലതും കിട്ടിയേക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ വലിയൊരു വിജയം പ്രതിപക്ഷ കക്ഷികൾക്കുമില്ല, അതേസമയം എൻ ഡി എക്കുമില്ല. പക്ഷേ എൻ ഡി എ ആഗ്രഹിക്കുന്നതും ബി ജെ പി ആഗ്രഹിക്കുന്നതും സൗത്ത് ഇന്ത്യയിൽ വൻ വിജയം നേടാനല്ല, മറിച്ച് ജനകീയത സൗത്ത് ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി AIADMK പുറത്താക്കി എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ചെറിയ കൊച്ചു പ്രാദേശിക പാർട്ടികൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് AIADMK 3-ാം സ്ഥാനത്താകും, ബി ജെ പിക്ക് 1-2 സീറ്റുകൾ കിട്ടും. പക്ഷേ ഭാവിയിൽ പ്രധാന പ്രതിപക്ഷമായി തമിഴ്നാട്ടിൽ ബി ജെ പി വളരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. കേരളത്തിലെ സ്ഥിതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കഷ്ടിച്ച് 15% വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു 3% വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം ജനകീയരായ സ്ഥാനാർത്ഥികളെ നിർത്തി കൂടുതൽ ചെറുപ്പക്കാർക്കും വനിതകൾക്കും സ്ഥാനാർത്ഥിത്വം കൊടുത്തു. പിന്നെ മോദി ഫാക്ടറിൻ്റെ പോസിറ്റീവ് എലിമെൻറ്റ്സ് കുറച്ചെങ്കിലും കേരളത്തിൽ മോദിക്ക് അനുകൂലമായ ഒരു ഫാക്ടർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഘടകങ്ങൾ കൂടുതൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊരു സീറ്റോ മറ്റോ കിട്ടാൻ 1-2 സീറ്റോ കിട്ടാൻ ലഭിക്കുന്നുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ ഇത് അവസരം നൽകും, സീറ്റുകൾ നേടിയാലും ഇല്ലെങ്കിലും. തമിഴ്നാട്ടിലും അതുതന്നെയാണ് സ്ഥിതി. കർണാടകയിൽ വലിയ ദോഷമുണ്ടാകുന്നില്ല, കാരണം കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ തന്നെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് വിധിയേക്കാൾ അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കർണാടകയിൽ കഴിയുന്നു. ആന്ധ്രയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ TDPയുടെ സഖ്യം എത്ര ഗുണം ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും തീരെ മോശമാവില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വലിയ സ്വീപ്പോ ഗുണങ്ങളോ കിട്ടുന്നില്ലെങ്കിലും ആ തിരിച്ചടികൾ പരമാവധി കുറയ്ക്കുന്നു, ജനകീയത വർദ്ധിപ്പിക്കുന്നു, വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിലും കൂടി ബി ജെ പി വളർന്നാലേ ബി ജെ പി യഥാർത്ഥ ദേശീയ പാർട്ടി ആകുകയുള്ളൂ. ഈ പ്രോജക്റ്റാണ് മോദി ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ ഒരു വിലയിരുത്തൽ തുടർഭരണമുണ്ടാകും, പക്ഷേ വിത്ത് റെഡ്യൂസ്ഡ് മെജോറിറ്റി. ആ റെഡ്യൂസ്ഡ് മെജോറിറ്റി 320 നിൽക്കും എൻ ഡി എക്ക് മൊത്തത്തിൽ. അപ്പോൾ കേവല ഭൂരിപക്ഷം വേണ്ട 271 ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സഖ്യകക്ഷികൾക്ക് 10-25 സീറ്റൂടെ കിട്ടും. അങ്ങനെ ഒരു 320-നകത്ത് നിൽക്കും. അപ്പോൾ കൊട്ടിഘോഷിച്ച രീതിയിലുള്ള 370-400 വരുന്നില്ല. തുടർഭരണം ഉണ്ടാകും. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റുകൾ വർദ്ധിക്കും. തമിഴ്നാട് തൂത്തുവാരും, സംശയമൊന്നുമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ നില 52-ൽ നിന്ന് 75-80 ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതേസമയം ബിജു ജനതാദൾ നവീൻ പട്നായക്കിൻ്റെ ഒറീസയിൽ ബി ജെ പിയുമായി നേരിട്ടുള്ള മത്സരമാണ്. അവിടെ കോൺഗ്രസിന് വലിയ സ്പേസ് ഇല്ല. അപ്പം അതുകൊണ്ട് അവിടെ 2 പേരിൽ ആര് ജയിച്ചാലും അവർ എൻ ഡി എ സഖ്യത്തിൽപ്പെടുന്നവരാണ് ഒറീസയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ തെലങ്കാനയുടെ കാര്യമില്ല, മഹാരാഷ്ട്രയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഡിവൈഡഡ് ആണ്. അവിടെ ശരത് പവാറിൻ്റെ ഫാക്ഷനും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അജിത് പവാർ ഫാക്ഷനും വോട്ടുകൾ, സീറ്റുകൾ ചിന്നിച്ചിതറാനുമാണ്, തകർന്നില്ല. അപ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല, എന്നാൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്നില്ല. കേവല ഭൂരിപക്ഷത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മോദി ഭരണത്തിന് ശേഷം മോദി ഭരണം ഭാരതത്തിൽ തുടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയും.